കൊല്ലം ചിതറയിൽ വാടക തർക്കത്തിൽ വീട് ഇടിച്ചു നിരത്തി ഉടമ. ചിതറ സ്വദേശികളെ അബ്ദുൽ വാഹിദും ഭാര്യ സുഹ്റാ ബീവിയും താമസിച്ചിരുന്ന വാടക വീടാണ് ഒറ്റ പകല് വന്ന് ഇടിച്ചു നിരത്തിയത്. ഉടമ നൽകിയ പരാതിയിൽ വീട്ടുകാരെ ചിതറ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. വിവരം എടുക്കുന്നതിനിടെയായിരുന്നു വീട് ഇടിച്ചു പൊളിച്ചുള്ള ക്രൂരത. ഉടമകളെ പ്രതി ചേർത്ത് കേസെടുത്ത പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കൊടുത്തിരിക്കുന്ന ഉടുയൂണി അല്ലാതെ അന്നം പോലും കഴിക്കാൻ നിവർത്തിയില്ലാത്തൊരു കണ്ടീഷനാണ്. സുഹ്റാ ബീവി അസഭ്യം പറഞ്ഞെന്ന ഉടമകളുടെ പരാതിയിൽ ഭാര്യയെയും ഭർത്താവിനെയും ചിതറ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. ഈ സമയത്താണ് ഉടമകൾ JCB ഉപയോഗിച്ച് വീട് പൂർണ്ണമായും ഇടിച്ചു തകർത്തത്. ഒരു വാടക തർക്കം അങ്ങനെ ഒരു കുടുംബത്തെ പെരുവഴിയിലാക്കി. മാറാൻ പറഞ്ഞപ്പോൾ എനിക്ക് 6 മാസത്തെ കാലാവധി വേണമെന്ന് പറഞ്ഞു, തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ കേസ് കൊടുക്കുന്നതിൻ്റെ പേരിൽ. കേസ് കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്നതെല്ലാം ഞാൻ അവരെ കൊണ്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ കോടതിയിൽ പോയി സ്റ്റേ പേപ്പർ മേടിക്കുന്നത്. ഈ സ്റ്റേ പേപ്പർ മേടിച്ചിട്ട് 1 മാസമേ ആയുള്ളൂ. മരിച്ചാലും ജീവിച്ചാലും ഇവിടെ തന്നെ വേറെ ഒരിടവും ഇല്ല, ഞങ്ങൾക്കാരും ഇല്ല. ഞങ്ങൾ രണ്ടുപേരും ഈ തെങ്ങിലാന്നേലും തൂങ്ങിച്ചാവും ഉറപ്പ്. മാസങ്ങളായി വാടക തർക്കം തുടരുകയായിരുന്നു. സ്ഥലമൊഴിയണമെന്നുള്ള ഉടമകളുടെ ആവശ്യം താമസക്കാർ നിരസിച്ചു. തങ്ങൾ വസ്തുവിനുള്ളിൽ ചെലവാക്കിയിട്ടുള്ള തുക മടക്കിത്തന്നാൽ വീടൊഴിയാമെന്ന മറുപടി നൽകി. പരാതികൾ കോടതിയിലെത്തി. കോടതി ഉത്തരവ് ഉടമകൾക്ക് അനുകൂലമായി. പക്ഷേ താമസക്കാർ മേൽക്കോടതിയിൽ നിന്ന് സ്റ്റേ ഓർഡർ വാങ്ങി. തർക്കങ്ങൾ തുടരവെയാണ് ദമ്പതികളുടെ കിടപ്പാടം ഇല്ലാതാക്കിയ നടപടി ഉടമകളുടെ ഭാഗത്തു നിന്നുണ്ടായത്. കേരളത്തെ തന്നെ നടക്കുന്ന രീതിയിൽ കേട്ടുകഴിവില്ലാത്ത സംഭവമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ നാടകീയമായിട്ട് പരാതി കൊണ്ട് കൊടുക്കുന്നു, ചീത്ത വിളിച്ചെന്നും പറഞ്ഞ്. അതിനുശേഷം ഇവരെ പോലീസ് വന്ന് ഒരാളിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. രണ്ടാമത് വീണ്ടും വന്ന് അടുത്ത ആളിനെ ആ വണ്ടി പറഞ്ഞേച്ച് അവിടെ വിളിച്ചുകൊണ്ട് പോകുന്നു, അവിടെ ഇരുത്തുന്നു. ആഭ്യന്തര വകുപ്പിന് തന്നെ ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള സംഭവമാണ് ഇപ്പോൾ ഉണ്ടാക്കി. ഭരിക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ, പക്ഷേ ആ ഭരിക്കുന്ന പാർട്ടിക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ് ചിതറ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയ ദൗർഭാഗ്യകരമാണ്. ഉടമകളെ പ്രതി ചേർത്ത് FIR ഇട്ട് ചിതറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുടുംബത്തിന് അന്തിയുറങ്ങാൻ താൽക്കാലിക സൗകര്യം ഒരുക്കി നൽകുമെന്ന് പോലീസ് അറിയിച്ചു. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.